അതുകൊണ്ട് തന്നെ ലോകത്ത് സമാധാനമില്ല, എവിടെയും സമാധാനം കാണുന്നില്ല. സാമ്പത്തികമായി മനുഷ്യൻ വളർന്നു ഉയർന്നു, പക്ഷേ സമാധാനത്തിന് ലോകം ദാഹിക്കുകയാണ്. നല്ല നല്ല കൊട്ടാരങ്ങൾ നേരത്തെ കാണാൻ കഴിയാതെ സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത കൊട്ടാരങ്ങൾ ലോകത്ത് കാണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, എന്നല്ല സാമ്പത്തികമായി മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു ലോകത്ത് വൻകിട രാഷ്ട്രങ്ങളായി അറിയപ്പെടുന്ന റഷ്യ, അമേരിക്കക്ക് പോലും സമാധാനം കാണുന്നില്ല. സമാധാനത്തിന് അവർ പോലും ദാഹിക്കുമ്പോ കാരണം എന്താണ് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അഖില ലോക കാരണഭൂതർ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞു പോയാൽ, സ്വലാത്ത് ചൊല്ലിപ്പോയാൽ ആ സദസ്സ് ഭയങ്കരായിപ്പോയി. ഇതുകൊണ്ട് തന്നെ സമാധാനം കാണുന്നില്ല. ദീനിന്റെ പല യാഥാർത്ഥ്യങ്ങളും ലോകത്തിൽ നിന്ന് ഭയങ്കരായിപ്പോയി. റാത്തീബ് പാടില്ല, മൗലിദ് പാടില്ല, മൗലിദ് പാടില്ല, റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തിക്കൂടാ. സുഹൃത്തുക്കളെ, നമുക്കറിയാമോ, ഇൽമിന്റെ സദസ്സിൽ വെച്ച് റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ ആ സദസ്സിന് ഹുർമത്തില്ല എന്നതാണ് വ്യക്തം. അതുകൊണ്ട് റസൂലുള്ളാന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണേ. കേരളത്തിന് പോലും മാതൃകയുണ്ട് റസൂലുള്ളാനോടുള്ള സ്നേഹത്തിൽ. പക്ഷേ മാതൃക നേതാക്കന്മാര് നമ്മുടെ കേരളത്തിൽ ജനിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. മാതൃകകളൊക്കെ കേരള മലയാളി മുസ്ലിംകളിൽ നിന്ന് കൈവടിഞ്ഞു എന്ന് മാത്രം. നോക്കൂ, ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദിൽ ബിലങ്കോത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ ചെന്നുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച സംഭവം ഇന്നും അറബികളുടെ ഇടയിൽ പ്രസിദ്ധമാ. ചരിത്രത്തിലേക്ക് കടക്കിയല്ല ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദിൽ ബിലങ്കോത്തി തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ വിശ്രമം, അതേ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ ഉമറുൽ ഖാദിൽ ബിലങ്കോത്തി തങ്ങൾ ചൊല്ലുകയാണ്, മാജഫദമുൻ സാല മിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. ബഹുമാനപ്പെട്ട